വെൽക്കം ടു യൂട്യൂബ് ചാനൽ റോം റിച്ച് റൂട്ട്സ്. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഗൾഫ് കൺട്രീസിൽ നിന്ന് UK-യിലേക്ക് വിസിറ്റിംഗ് വിസയിൽ ഈസിയായി എങ്ങനെ വരാം എന്നതിനെ പറ്റിയുള്ള അൾട്ടിമേറ്റ് ട്രാവൽ ഗൈഡാണ്. ഇന്ന് നമ്മുടെ ചാനൽ ഒരു ഗസ്റ്റ് കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതാരാന്ന് റിവീൽ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്തിരിക്കും ഡാന ക്ലബിന്റെ ഹെഡ് ഓഫ് ഫൈനാൻസ് ആയ ജോസ് ചേട്ടൻ വന്നിരിക്കുന്നത് ഖത്തറിൽ നിന്നാണ്. സോ വെൽക്കം ടു റോം റിച്ച് റൂട്ട്സ്. ചേട്ടൻ ഖത്തറിൽ നിന്നാണ് വന്നത് ഫോർ 9 days. സോ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ഐറ്റിനറിയാണ് പ്ലാൻ ചെയ്ത് കൊടുത്തത്. ചേട്ടൻ എന്ത് തോന്നുന്നു? നമ്മുടെ ഐറ്റിനറി ഓക്കെ ആയിരുന്നോ? ഹൗ യു ഫീൽ അബൌട്ട് ഇറ്റ്? 9 days നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 3 ദിവസം ലണ്ടനും 2 ദിവസം സ്കോട്ട്ലൻഡും 2 ദിവസം മാഞ്ചസ്റ്ററും പിന്നെ ഫൈനലി നമ്മൾ 2 ദിവസം ക്രിസ്മസ് ലൈറ്റ്സ് എൻജോയ് ചെയ്യാനായിട്ട് ലണ്ടനിലേക്കും ആണ് പ്ലാൻ ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും ഏരിയ എനിക്ക് ഇത്രയും ദിവസത്തിൽ കുറഞ്ഞ ദിവസം ഷോർട്ട് ടൈമിനുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റിയില്ല. ഈ ഐറ്റിനറി ഞങ്ങൾ ഒരു PDF ഫോർമാറ്റിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ ലണ്ടൻ ഐറ്റിനറി എന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളത് ഇമെയിൽ ആയിട്ട് അയച്ചു തരുന്നതാണ്. UK-യിലേക്കുള്ള വിസ പ്രോസസ്സിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഡൗട്ട്സ് വരാറുള്ളത്. സോ അതിനെ കുറിച്ചൊരു ക്ലാരിഫിക്കേഷൻ പറഞ്ഞു തരാമോ? ഞാൻ അപ്ലൈ ചെയ്ത വിസ VFS ഗ്ലോബൽ വെബ്സൈറ്റ് കൂടിയാണ്. ആ വെബ്സൈറ്റിൽ നമ്മളൊരു ഇമെയിൽ ID വിത്ത് പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിലൊരുപാട് ഡീറ്റെയിൽസ് അവർ അതിൽ ചോദിക്കുന്നുണ്ട്. നമ്മുടെ പേര്, പാസ്പോർട്ട് നമ്പർ, അതുപോലെ അഡ്രസ്സ്, അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസുകളുണ്ട്. അതെല്ലാം ഫില്ല് ചെയ്ത് നമ്മളതിൽ പേയ്മെൻറ്റ് നടത്തുമ്പോഴാണ് നമുക്ക് VFSൻ്റെ അപ്പോയിൻമെൻറ്റിനുള്ള സ്ക്രീൻ തുറന്നു തരാം. അതിൽ $156 ആണ് ഇതിൻ്റെ ചാർജസ് ആയിട്ട് വന്നിട്ടുള്ളത്. അതിന് നമുക്കൊരു 6 മാസത്തെ മൾട്ടിപ്പിൾ ഇൻ്റർവ്യൂസാണ് നമുക്ക് തരുന്നത്. പിന്നെ നമ്മുടെ ഈ അപ്പോയിൻമെൻറ്റിന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്താണ് ഇവർ ഡോക്യുമെൻറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്യാൻ പറയാം. അപ്പോൾ അതിൽ നമ്മുടെ മെയിനായിട്ട് വേണ്ടത് നമുക്കൊരു ഇൻവിറ്റേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇൻവിറ്റേഷൻ അയച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു ഫസ്റ്റ് ലിങ്ക് ആയിട്ട് കിട്ടിയത്. ആ ഇൻവിറ്റേഷൻ ലെറ്റർ, പിന്നെ ഇൻവൈറ്റ് ചെയ്യുന്ന ആളുടെ UK ID, പാസ്പോർട്ട് കോപ്പി, പിന്നെ എൻ്റെ കമ്പനിയിൽ നിന്നുള്ള ലെറ്റർ, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അത് വിത്ത് സ്റ്റാമ്പ്, പിന്നെ 3 മാസത്തെ പേ സ്ലിപ്പ് വെച്ചാൽ അതൊരു നല്ലതാണ്. പിന്നെ അത് കൂടാതെ എൻ്റെ പാസ്പോർട്ട് കോപ്പി, ഖത്തർ ID, പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ ഇത്രയും ഡോക്യുമെൻറ്റുകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കോപ്പി എടുക്കാൻ പറഞ്ഞിട്ട് നല്ലൊരു എക്സ്പെൻസ് അവിടെ ഉണ്ട് സ്കാൻ ചെയ്യുന്നതിന്. അത് സേവ് ചെയ്യാൻ പറ്റും നമ്മൾ ആദ്യമേ ചെയ്തു പോവുകയാണെങ്കിൽ. അല്ല നമ്മൾ അവിടെ ചെല്ലുന്നിട്ട് സ്കാൻ ചെയ്യുകയാണെങ്കിൽ അവർ $30 ആണ് ചാർജ് ചെയ്യുന്നത് സ്കാൻ ചെയ്യാനായിട്ട്. 2 തരത്തിൽ നിങ്ങൾക്ക് UK വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. ഒന്ന് ഇൻവിറ്റേഷൻ ലെറ്റർ ഫോർമാറ്റ് വഴിയോ അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ്സ് വഴിയോ ചെയ്യാൻ പറ്റും. ചേട്ടൻ ഇൻവിറ്റേഷൻ ലെറ്റർ ആണ് ചൂസ് ചെയ്തിരുന്നത്. അതിനൊരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ട്. അത് ആവശ്യമുള്ളവർ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അതിന്റെ PDF പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ വിസ ആപ്ലിക്കേഷൻ പ്രോസസ്സിന് ചേട്ടന് ഓൾമോസ്റ്റ് എത്ര എക്സ്പെൻസ് ആയി എന്നുള്ളതൊന്ന് ഷെയർ ചെയ്യാമോ? വിസയ്ക്ക് മാത്രമായിട്ട് എനിക്ക് $156 ആണ് ഓൺലൈനിൽ പേ ചെയ്യേണ്ടി വന്നത്. പിന്നെ ഞാൻ സ്കാൻ ചെയ്തുള്ള ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്തപ്പോൾ 2 ഡോക്യുമെന്റ് അപ്ലോഡ് ആയില്ല. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു എല്ലാം ആദ്യം പൂജ്യം ചെയ്യണമെന്ന് പറഞ്ഞു. എല്ലാ ഡോക്യുമെന്റും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഒരു $30 ചാർജ്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മളതെല്ലാം കറക്റ്റ് ആയിട്ട് പോകുന്നതിന് മുന്നേ തന്നെ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് $156 വരുള്ളൂ. വിസയുടെ ഈ ഹോൾ പ്രോസസ് എത്ര ഡ്യൂറേഷൻ എടുത്തിരുന്നു? ശരിക്കും വെബ്സൈറ്റിൽ പറയുന്നത് 3 മാസം ടൈമാണ് അവർ പറഞ്ഞത്. 3 മാസം മുന്നേ നമ്മൾ അപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത്. ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 2 to 3 വീക്സിനകത്ത് കിട്ടിയിരുന്നു. അപ്പോൾ സാധാരണ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു അക്നോളജ്മെന്റ് ഫസ്റ്റ് വരും. പിന്നെ അതിനുശേഷം അവരെ കൊറിയർ ചെയ്യും പാസ്പോർട്ട് UK-യിൽ. അപ്പൊ അത് കഴിയുമ്പോൾ ഒരു അക്നോളജ്മെന്റിന് വരും. ആ അക്നോളജ്മെന്റിൽ പറയുന്നത് അടുത്തൊരു ഇത് വരുമ്പോൾ വിസ അല്ല പാസ്പോർട്ട് വരുമ്പോൾ അവർ ഇൻഫോം ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഇമെയിൽ വന്നിരുന്നില്ല. ഒരു 2.5 വീക്സ് ആയപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവർ ഓൾറെഡി അവിടെ പാസ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അത് കളക്ട് ചെയ്യുക ചെയ്ത്. അപ്പോൾ 3 മാസമാണ് ടൈം. പക്ഷെ എനിക്ക് 2 to 3 വീക്സിനകത്ത് കിട്ടിയിരുന്നു. ചേട്ടന്റെ ട്രാവൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം.
ചേട്ടൻ എങ്ങനെയുണ്ടായിരുന്നു ട്രാവൽ? എൻജോയ് ചെയ്തിരുന്നോ? UK എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആണ്. എൻ്റെയും അതൊരു ഡ്രീം ഡെസ്റ്റിനേഷൻ ആയിരുന്നു. എനിക്കത് ഇത്രയും ഈസി ആയിട്ട് അത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നില്ല. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു ഐറ്റിനറി പ്ലാൻ ചെയ്ത് കൊടുക്കുന്നത്. ചേട്ടൻ എന്ന് തോന്നുന്നു ഞങ്ങളുടെ ഐറ്റിനറിയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ്സ് ചെയ്യാനുണ്ടോ? ഒരു ഫീഡ്ബാക്ക് പറയാമോ? നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് വളരെയധികം നന്നായിരുന്നു. എനിക്ക് നല്ലൊരു സൂട്ടബിൾ പ്ലാനാണ് നിങ്ങൾ ചെയ്തു തന്നത്. ഒരു 3 ദിവസം നമ്മൾ ലണ്ടനിലെ എല്ലാ ഐക്കണിക് മോണുമെന്റ്സും കണ്ടു. 2 ദിവസം സ്കോട്ട്ലൻഡിൽ പോയി. സ്കോട്ട്ലൻഡിലെ എഡിൻബറയാണ് എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടത്. അതില് ഡിസ്റ്റിലറി ടൂർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ സ്റ്റേഡിയം ടൂർ, അതും ഒരു നല്ലൊരു ഓൾഡസ്റ്റ് ഇവിടുത്തെ സ്റ്റേഡിയം കാണാൻ പറ്റിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ 2 ഡേയ്സിൽ ലണ്ടനിൽ പോയി ക്രിസ്മസ് ലൈറ്റ്സ് എല്ലാം കണ്ടത്, അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് ഇപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് എനിക്ക് ഈ ഒരു എല്ലാ നിങ്ങൾ പ്ലാൻ ചെയ്തെല്ലാം ഒറ്റയടിക്ക് കാണാൻ പറ്റി. പക്ഷെ അത് ഒരു ഫാമിലി ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. ഇതിലെ സ്ട്രീറ്റുകളെല്ലാം നമുക്ക് എല്ലാം വോക്കബിൾ ആയിട്ടാണ് നമുക്കെല്ലാം കണ്ടുപോകാൻ പറ്റുള്ളൂ. ട്രാഫിക്കിന്റെ ഇതെല്ലാം തിരക്കെല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാം അങ്ങനെ വോക്ക് ചെയ്ത് കാണാൻ പറ്റുള്ളൂ. അപ്പൊ അതൊരു ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ അവർക്ക് ഇത് അത്ര ഈസി ആവുമോ എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. അപ്പൊ അത് നമ്മൾ അതിനനുസരിച്ച് ഇപ്പൊ ഫാമിലി ഒക്കെ ആയിട്ട് വരുന്നവർക്ക് നമ്മൾ അതിനനുസരിച്ച് ഐറ്റിനറിയിൽ കുറച്ചുകൂടെ മാറ്റങ്ങൾ, കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു ഐറ്റിനറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ്സ് എ റാപ്പ് ഓഫ് ടുഡേയ്സ് വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫോർമേറ്റീവും ഹെൽപ്ഫുള്ളും ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ജസ്റ്റിൻ ചേട്ടാ, ഇത്രയും വാല്യുബിൾ ആയ ഇൻഫർമേഷൻ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തതിന്. അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.